ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിൻ്റെ ഉയർപ്പിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. കഴിഞ്ഞ 50 ദിവസങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ച് പ്രത്യേകമാം വിധം നോമ്പ് അനുഷ്ഠിച്ച് ഉപവസിച്ച് യോഗ പരിശീലിച്ച് പ്രാണായാമം പരിശീലിച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് ഏകാഗ്രതയിലേക്ക്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിലേക്ക്, വിശുദ്ധിയിലേക്കൊക്കെ നമ്മൾ വന്നു. ദുഃഖവെള്ളിയും പെസഹാവ്യാഴവും ദുഃഖശനിയും കഴിഞ്ഞ് ഇത് ഈസ്റ്റർ. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുന്നു. എല്ലാവരും സുഖമായും സന്തോഷമായും ഈസ്റ്ററിനെ വരവേൽക്കാൻ റെഡിയായി നിൽക്കുന്നു എന്ന് കരുതുകയാണ്. തമ്പുരാൻ്റെ അനുഗ്രഹം നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ. ഒരു കുഞ്ഞ് ചിന്ത, ഉദ്ധാനത്തിൻ്റെ ചിന്ത പങ്കുവെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ കുറേ അധികം ആൾക്കാർ ഭയപ്പെട്ടു. കല്ലറയോട് ചേർന്ന് നിന്ന സ്ത്രീകളോട് ഈശോ പറയുന്ന കാര്യം ഇതാണ്: ഭയപ്പെടേണ്ട. പട്ടാൾക്കാരും ഭരണാധിപന്മാരും ഭയം കൊണ്ട് വിറച്ചപ്പോൾ ഈശോയുടെ സ്വരം ഈ സ്ത്രീകൾക്ക് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായി മാറി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ ഉടനീളം കാണുന്നൊരു കാര്യം ഇതാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട. ബൈബിളിൽ ഉടനീളം കാണുന്നൊരു കാര്യം ഇതാണ്: ഭയപ്പെടേണ്ട. എപ്പോൾ ഞാനും നിങ്ങളും ഭയപ്പെടുന്നു, അപ്പോഴൊക്കെ ഉത്ഥിതനിൽ നിന്ന് നിങ്ങൾ അകലെയാണ്, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ അകലെയാണ്, ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് അകലെയാണ്. ഭയം ക്രിസ്തുവിൻ്റേതല്ല. ധൈര്യം ക്രിസ്തുവിൻ്റേതാണ്. ധൈര്യം പരിശുദ്ധാത്മാവിൻ്റേതാണ്. ധൈര്യം പിതാവായ ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് ഒരു അല്പം പോലും ഭയമില്ലാതെ ജീവിക്കുക. ഞാനും നിങ്ങളും ഭയപ്പെടുകയാണ്. മരണത്തെ, ദാരിദ്ര്യത്തെ, പണമില്ലാത്ത അവസ്ഥയെ ഒക്കെ നമ്മൾ ഭയപ്പെടുകയാണ്. രോഗത്തെ ഭയപ്പെടുന്നു, മക്കളെ ഭയപ്പെടുന്നു, മാതാപിതാക്കളെ ഭയപ്പെടുന്നു, അധികാരികളെ ഭയപ്പെടുന്നു. ഒക്കെ ഓർക്കുക, നിങ്ങൾ യഥാർത്ഥ ദൈവ വിശ്വാസത്തിൽ നിന്നും, ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ നിന്നും, പീഡ സഹിച്ചവൻ്റെ ചൈതന്യത്തിൽ നിന്നൊക്കെ ഒത്തിരി അകലെയാണ്. നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഭയം. ഈ ഭയം മരണത്തിലേക്ക് നമ്മളെ നയിക്കും. ഭയം നമ്മളെ മരണത്തിലേക്ക് നയിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഉത്ഥിതൻ നമ്മളോട് പറയുന്നതാണ്: ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഒട്ടും ഭയമില്ലാതെ ജീവിക്കുന്ന ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഭക്ഷണത്തെക്കുറിച്ചുകൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഭക്ഷണം, പ്രധാനപ്പെട്ട കാര്യം, മാംസമില്ലാത്തൊരു ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുകയാണ്. പറ്റുന്നവരൊക്കെ നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കുക. അത്ര എളുപ്പമല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പക്ഷേ നമ്മളത് ചെയ്തേ മതിയാവും. ഈ മൃഗങ്ങളെല്ലാം കൊന്ന് തിന്നുന്ന ഒരു രീതി നമുക്കിനി പയ്യെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഈസ്റ്റർ എഗ് എന്നൊക്കെ പറയുന്ന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മുട്ട കഴിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഈസ്റ്ററിൻ്റെ ദിവസം മാത്രം പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ മുട്ട, മീൻ, ഇറച്ചി ഒന്നും പാടില്ലാത്തൊരവസ്ഥയിലേക്ക്, ഇത് നിർബന്ധമോ നിയമമോ അല്ല, അങ്ങനെ ഒരു ശൈലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറിമറിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ട, അപ്പവും മാംഗോ ജ്യൂസുമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് കാണാം, പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നത് ഒരു ഒന്നാം തരം പാൽക്കപ്പയും ഒരു കോളിഫ്ലവറിൻ്റെ നല്ലൊരു ഗ്രേവിയുമാണ്. 4 മണിക്ക് ഒന്നുമില്ല, എന്തെങ്കിലും ജ്യൂസ്, നാരങ്ങ വെള്ളമോ പൈനാപ്പിളോ അങ്ങനെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ കുടിക്കാം. വൈകുന്നേരം ഒന്നും വേണ്ട, കാരണം നമ്മൾ ഈ 2 നേരവും ഹെവി ഫുഡാണ് കഴിച്ചത്. അപ്പോൾ വൈകുന്നേരം ഒന്നും കഴിക്കാതെ അല്പം നടക്കുകയും എക്സസൈസും ഒക്കെ ചെയ്ത് വളരെ സാവധാനം, വളരെ ശാന്തമായി കിടന്നുറങ്ങാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ നല്ലൊരു ഈസ്റ്റർ ആയിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. ഈസ്റ്ററിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള യോഗയുടെ പരിശീലനവും വ്യത്യസ്തമായ ഫുഡും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ആശ്രമവുമായിട്ട് ബന്ധമുള്ള ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആശ്രമത്തിൽ ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും കുർബാനയുണ്ട്. കുർബാന കഴിഞ്ഞ് ഇവിടുത്തെ വിശ്വാസികളെ യോഗ പരിശീലിക്കുന്നുണ്ട്. ഈസ്റ്ററിന് ഒരു നല്ല ശതമാനം ആൾക്കാർ ഇവിടെ പള്ളിയിൽ വരുന്ന ഒരു നല്ല ശതമാനം എന്നല്ല, എല്ലാവരും തന്നെ മാംസമില്ലാത്ത ഒരു ഈസ്റ്റർ ആഘോഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരു നന്മയിലേക്ക്, ഒരു ആരോഗ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊരുങ്ങാം. ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും.